സതിയുടെ യോനിഭാഗം വന്നു വീണ സ്ഥലമാണ് ഈ കാമാഖ്യ അമ്പലം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഹിസ്റ്ററി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കുറേ സെർച്ച് ചെയ്തപ്പോഴാണ് മനസ്സിലായത്. ഞാൻ പണ്ട് മനസ്സിലാക്കിയ ഒരു കഥ തന്നെയാണ്. കാരണം പണ്ട് നമ്മുടെ മലയാളത്തിൽ കൈലാസനാഥ് എന്ന് പറയുന്ന ഒരു സീരിയൽ, മലയാളം ഏഷ്യാനെറ്റിലാണെന്ന് തോന്നുന്നു, കൈലാസനാഥ് എന്ന് പറയുന്ന ഒരു സീരിയൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സീരിയലിൽ നമ്മുടെ ഈ രക്ഷയാഗവും പിന്നെ ശിവൻ്റെ സതിയുടെയും വിവാഹവും അതിനുശേഷം രക്ഷയാഗത്തിൽ പോയിട്ട് സതി സ്വന്തം ശരീരം തീക്കുണ്ടത്തിൽ ഹോമിക്കുന്നതൊക്കെ ആയിട്ടുള്ള ഒരു കഥയുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ സതി ദക്ഷയാഗത്തിൽ സ്വന്തം ഭർത്താവിനെ പരിഹസിക്കുന്നത് കണ്ട് സഹിക്കാൻ പറ്റാണ്ട്, അതായത് ശിവനെ പരിഹസിക്കുന്നത് കണ്ട് സഹിക്കാൻ പറ്റാണ്ട് ആത്മഹൂതി ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ആത്മഹൂതി ചെയ്ത സതിയുടെ ഈ ചാരമായ ശരീരത്തെ എടുത്തിട്ട്, അതായത് ചാരത്തിന് മുന്നേ ആ ശരീരത്തെ എടുത്തിട്ട് ശിവനിങ്ങനെ അലയാണ്. അത് ശിവൻ്റെ അതായത് ദേഷ്യവും സങ്കടമൊക്കെ കാരണം ശിവനിങ്ങനെ ഭൂമിയിൽ ഇങ്ങനെ ലോകത്തിൽ ഇങ്ങനെ അലഞ്ഞു നടക്കുകയായിരുന്നു. അപ്പോൾ ശിവന്റെ ഈ ഒരു അവസ്ഥ കാരണം തന്നെ ഭൂമിയിൽ പല അനർത്ഥങ്ങൾ ഉണ്ടാവുകയാണ്, ലോകത്തിൽ തന്നെ പല അനർത്ഥങ്ങൾ ഉണ്ടാവുകയാണ്. ഇതിനൊക്കെ ഒരു അറുതി വരുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ദൈവഗണങ്ങളൊക്കെ ചേർന്നിട്ട് നമ്മുടെ മഹാവിഷ്ണുവിനെ സമീപിക്കുകയും മഹാവിഷ്ണു അതിനൊരു സൊല്യൂഷൻ കാണുക ചെയ്തത്. എങ്ങനെയാണ് സൊല്യൂഷൻ കണ്ടെത്തുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ സുദർശന ചക്രയിലെ അത് വെച്ച് ശിവന്റെ കയ്യിലുള്ള ഈ സതിയുടെ അതായത് ഈ ചാരത്തിൽ നിന്നുള്ള ആ ഒരു ശരീരത്തെ ചിന്ന ഭിന്നാക്കിയിട്ട് പല ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ, അതായത് ചിന്ന ഭിന്നായി തെറിപ്പിച്ച് കളഞ്ഞു. അങ്ങനെ അത് 51 ഭാഗമായിട്ട് എന്തായി എന്ന് പറയുന്നത്, കഷ്ണങ്ങളായിട്ട് പല ഭാഗങ്ങളിലായിട്ട് ഭൂമിയിൽ വന്ന് വീണു എന്നാണ് പറയപ്പെടുന്നത്. ഐതിഹ്യം അങ്ങനെയാണ്. സതിയുടെ ഓരോ ശരീരഭാഗങ്ങളാണ് ഇങ്ങനെ ഓരോ ഭാഗത്തായിട്ട് വന്ന് വീണിട്ടുള്ളത്. അവിടെയൊക്കെ 51 ശക്തിപീഠങ്ങൾ രൂപപ്പെട്ടു. അതിൽ സതിയുടെ യോനിഭാഗം വന്ന് വീണ സ്ഥലമാണ് ഈ കാമാഖ്യ അമ്പലം എന്ന് പറയുന്നത്. അതായത് ഈ വന്ന സ്ഥലത്ത് പിന്നീട് ഒരു അമ്പലം പണിയുകയാണ് ഉണ്ടായത്. ഇതാണ് നമ്മുടെ കഥ എന്ന് പറയുന്നത്.